Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് മാർച്ച് 20th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബികോം 6th സെമസ്റ്ററിലെ 4 സബ്ജക്ട്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ സബ്ജക്റ്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. An auditor is a watchdog and not a bloodhound. കമന്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. An auditor is a watchdog, not a bloodhound. കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ സജഷൻ. മൂവിങ് ടു നെക്സ്റ്റ് വൺ. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SAക്കോ അതല്ലെങ്കിൽ 2 മാർക്സിനോ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. ഒന്നെങ്കിൽ SA അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ നമുക്ക് 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. ദെൻ അത് മാത്രമല്ല, അതിനെ റിലേറ്റ് ചെയ്ത മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ഇതും റിപ്പീറ്റ് ആണ്. പ്രൊസീജിയേഴ്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ രണ്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ, പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ the rights, duties and liabilities of an auditor. നിർബന്ധമായും പഠിച്ചിരിക്കണം. അഗെയിൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള പല പേപ്പറുകളിലും കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, എന്താണ് ഓഡിറ്റ് പ്ലാനിങ്? ഓഡിറ്റ് പ്ലാനിങ് എന്താണ്? ദെൻ ദി പ്രൊഫഷണൽ ആൻഡ്, ഇത് ചില സമയത്ത് നമുക്ക് 5 മാർക്കിൻ്റെ വരാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദി പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് required by an auditor. ഓഡിറ്റ് പ്ലാനിങ് എന്താണ്? പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ബൈ an auditor അല്ലെങ്കിൽ ഫോർ an auditor. സോ ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു SA ക്വസ്റ്റ്യൻ ആണ്. ഇനി റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഏരിയയിൽ. അതിന് തന്നെ, വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? നിർബന്ധമായും പഠിച്ചിരിക്കണം കോർപ്പറേറ്റ് ഗവേണൻസ് എന്താന്നുള്ളത്. ദെൻ ഇമ്പോർട്ടൻറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് മോഡൽസ് ഉണ്ട്. corporate governance
കോർപ്പറേറ്റ് ഗവേണൻസ് മോഡൽസ് ഉണ്ട്, നിർബന്ധമായും പഠിക്കണം. ദെൻ അത് മാത്രമല്ല, ഒന്നുകിൽ അത് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് 4 എസ്സേയിൽ ഒരെണ്ണം കോർപ്പറേറ്റ് ഗവേണൻസ് എന്നായിരിക്കും, 3 എണ്ണം ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ ഒരെണ്ണം കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നാണ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മോഡൽസ് എന്താന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല അതിന്റെ തിയറീസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് തിയറീസ്, അതും നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. തിയറീസ് ഓഫ്, അപ്പോൾ മോഡൽസോ അതുപോലെ തന്നെ തിയറീസോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ കൂടുതൽ, വാട്ട് ആർ കോർപ്പറേറ്റ് ഗവേണൻസ്, ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മോഡൽസോ അല്ലെങ്കിൽ തിയറീസോ, അത് ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നതാണ്. ഇനി അതല്ലാണ്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദി കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ് explain with examples, എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് ഒരൊറ്റ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും, 4 എണ്ണത്തിൽ ഒരെണ്ണം അതായിരിക്കും. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ്, മോഡൽസ്, തിയറീസ്, ദെൻ മേജർ പ്രോബ്ലംസ്, ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രിലിമിനറി സ്റ്റെപ്സ്, ഒരൊറ്റ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. പ്രിലിമിനറി സ്റ്റെപ്സ് an auditor should take before the commencement of a new audit. നിർബന്ധമായും പഠിക്കുക. ലാസ്റ്റ് ഒരു സജഷനും കൂടിയും തരാനുള്ളത്, explain the audit techniques followed by professional auditors. ഓക്കെ, അപ്പോൾ നമുക്ക് 4 എസ്സേ ചോദ്യങ്ങളാണ്. ആ 4 എസ്സേ ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾക്കാണ് ആൻസർ കൊടുക്കേണ്ടത്. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ 3 എണ്ണം, ഒരെണ്ണം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് എസ്സേ കിട്ടും. നമ്പർ 1, an auditor is a watchdog, not a bloodhound. Comment. Repeat the question. Then different kinds of audit, then procedures of audit, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. Explain the rights, duties and liabilities of an auditor. Repeat question ആണ്. Then audit planning എന്താണ്? Professional and personal qualities required for an auditor, by an auditor. Then പിന്നെ what are corporate governance models, theories, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. Corporate governance problems. ഓക്കെ, അപ്പോൾ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മിക്ക പേപ്പറിലും മാറി വരാറ്. പിന്നെ ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് എൻ ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ഡിസ്കഷനും 5 മാർക്സിൻ്റെ ഡിസ്കഷനും വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.